ഹലോ ഗൈസ്, പുതിയ ലൈഫ് വ്ളോഗ് വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു വണ്ടി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, പച്ച കളർ വണ്ടി. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാധനമാണ് അവ ഇത് അമ്പോസ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ചെയ്തിരുന്നു. ഞാൻ വെറുതെ ചെയ്തൊക്കെയാണ്, കട്ടല്ല. എന്താ ഉണ്ടാവാൻ പോണെന്ന് വെച്ചിട്ട് മുന്നിലൊക്കെ നമ്മളെ എഞ്ചിൻ നിൽക്കണായിരുന്നു. ഫോർസേക്കല്ലേ മുന്നിൽ എഞ്ചിൻ, ബാക്കിലാണ് ഫോർസേക്ക് എഞ്ചിൻ വരുന്നത്. അപ്പോൾ ബാക്കിൽ തന്നെയാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ മുന്നിൽ ഞാൻ വെക്കുന്നത് കൂളർ എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സാധനം വെച്ചാണ്, വെറുതെ വെച്ചാണ് എഞ്ചിനൊക്കെ കാണുന്നു വിചാരിച്ചോ. പിന്നെ എക്സ്ട്രാ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിരുന്നു, നിങ്ങൾ അറിഞ്ഞാണോ? പിന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ എക്സ്ട്രാ എഞ്ചിന് വെച്ച് നിങ്ങൾ കണ്ടുകാണും. കാണാത്തവർ എന്താണ് ഷോർട്സിലുണ്ട്, കണ്ടോളൂ. അപ്പോൾ ഇത് എന്താണ് അൺബോക്സ് ചെയ്തിരുന്നു, ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മുണ്ടല്ല. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ ചട്ടപ്പൊതിയുന്നത് കൊണ്ടും ഞാൻ ഉപയോഗം ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് ഇനി ഇതിനുള്ള നമ്മളെ ഈ കാറിനുള്ള ഈ ഒരു പെട്ടിയുണ്ട്. ഈ ഒരു പെട്ടി കൊണ്ട് പിന്നെ വേറെ പെട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓർമ്മ ഈ ഒരു പെട്ടി കൊണ്ട് ഞാൻ റാമ്പ് ഉണ്ടാക്കാൻ പോകണം. നമ്മളിങ്ങനെ കയറ്റണ റാമ്പ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് റാമ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ടാകുന്നത്. ഇത് ചട്ട പോലുള്ള സാധനമാണ്, ഞാൻ പറഞ്ഞത് സ്റ്റിക്കറാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് റാമ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. പേപ്പർ ശ്രദ്ധിച്ച് വെക്കണം, എപ്പോഴെങ്കിലും പൊളിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മാത്രമേ കാണാറ്റുള്ളൂ. ആ നേരത്ത് ഉണ്ടാക്കുന്ന നേരത്ത് അപ്പോൾ ഇതിൻ്റെ മോട്ടർ കാണില്ല. അപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, കാരണം എല്ലാതൊന്നും പറ്റില്ല വണ്ടി. അപ്പം ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിരുന്നു. ഇതൊരു ക്വാളിറ്റി, അത്ര ക്വാളിറ്റി ഒന്നുമില്ല. തലയിലൊരു നെക്ലെയറാണെന്നുണ്ട് വണ്ടി. അതിൽ ബാക്കിൽ ഒരു പട്ടിക്കുട്ടിയും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഡ്രാഗൻ്റെ വെച്ച പട്ടിക്കുട്ടിയും പിന്നെ കിൻഡർ ജോയിൻ്റെ അനിയത്തിക്ക് കിട്ടിയ ഒരു ബോയിനെയാണ് കിട്ടിയിരുന്നത്. കൈയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ചെയ്യും, നല്ല അടിപൊളിയാണ്. അങ്ങനാവും ഇതിനൊക്കെ മുന്നിലൊക്കെ കുറേ ക്വാളിറ്റി ഇടുന്നു. അപ്പം ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരും. പിന്നെ സൈക്ലിംഗ് വീഡിയോ അങ്ങനെ കുറേ വീഡിയോ ഒക്കെ വരാൻ, സൈക്ലിംഗ് വീഡിയോ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് പറയണം സൈക്ലിംഗ്. അപ്പോൾ സൈക്ലിംഗ് വീഡിയോ ചിലപ്പം വരുന്നതാണ്. അപ്പം ഞാൻ ഈ വണ്ടി വേറെ ആൾക്കാർ. അപ്പോൾ വണ്ടി ഏതാണ് ചുമ്മാ ഏതാണ് പറഞ്ഞ നല്ല പവർ ചിലപ്പോൾ പോലും നല്ല പവറൊക്കെ വേണം. അതിൻ്റെ പെട്ടി തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല പവറൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ പൊടിച്ചിട്ട് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു അവിടെ ഉണ്ടായിട്ട്. അത് തന്നെ ഞാൻ പറഞ്ഞ ചട്ടത്തിൻ്റെ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒട്ടിച്ചോളി. പിന്നെ ഞാൻ ഇതിനുള്ളിൽ ക്യാരക്ടറിനൊക്കെ വെക്കാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഈ സാധനത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒട്ടിക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ സ്റ്റിക്കർ തന്നെ പണിപാടും. ഇത് കണ്ട ഇനിയിപ്പോൾ നമുക്ക് ആ ഡോർ തുറന്നെടുക്കുക. ഇനി നമുക്ക് ആളൊക്കെ കേട്ടോ, സ്കാരിങ് വീല് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും. അപ്പോൾ ഇതൊരു സംഭവമാണ്. ഇനി ഇത് അതേപോലെ ഉള്ളിൽ കമർച്ചാൽ അടിയടിച്ച് കാണും. ബാക്കിലും കൂടി ഇനി ഞാനൊരു ഡിക്കി ഉണ്ടാക്കിയിരുന്നു, സ്മോൾ ഡിക്കി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പമ്പറൊന്ന് അയച്ചു വെക്കാം. പമ്പർ അയച്ചു വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ കാണില്ല. അപ്പോൾ പമ്പർ വേണമെങ്കിൽ അയച്ചു വെക്കാം, അതിൽ മാത്രം പമ്പർ അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിക്കിൻ്റെ മൂഡ് വരും. അല്ലെങ്കിൽ ഈ ഇടയിൽ കൂടി അടിച്ച് അടിയിൽ കൂടി അമർത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഈ സാധനം കണ്ട് നേരെ എടുക്കും. എന്നിട്ട് ഈ സൈഡിൽ ചാരി വെക്കും, കൊടുക്കാൻ ചാരി ക്കണം. അപ്പോൾ ഇപ്പോൾ ഡിക്കി അവിടെ സ്ഥലമുണ്ട്, നല്ല സ്ഥലമുള്ള ഒരു ചെറിയ സ്മോൾ ഡിക്കി.
അതേമാതിരി വെച്ചങ്ങാണ്ട് ബാക്കിൽ ഇവിടെ ആയിട്ടാണ് ഞാൻ കട്ട വെച്ചത്. കാണിച്ചു തരാം. എന്താണ് ഉപയോഗമില്ലാത്ത കട്ടകളുണ്ടായിരുന്നു ഉള്ളിലുള്ളിൽ, അതൊക്കെ ഊരി വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു സ്മോൾ ബിറ്റ് കട്ട വെച്ച് ഉണ്ടാക്കി. അത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇതാ ഈ ഇതിൻ്റെ ഉള്ളൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു പൊട്ടുണ്ട്, നമുക്ക് കാണില്ല കാരണം ഇന്നത്തെ വീഡിയോ അത്ര ക്ലിയർ ചെയ്യാത്ത ക്യാമറ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം നമ്മളെ വണ്ടിയിൽ ചെയ്ത് പവർ. നല്ല ഗ്രിപ്പാണ്, ഭയങ്കര ഗ്രിപ്പാണ്. നോക്കി കണ്ട അതോ മറിഞ്ഞു വീഴാനുള്ള പവർ നല്ലതാണ്, പക്ഷേ ഗ്രിപ്പ് നല്ലതാണ്. വണ്ടി ഓൾമോസ്റ്റ് നിൽക്കണുണ്ട്, ചെറുതായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. മുന്നേക്കും ബാക്കും നല്ല കിടില മാറ്റി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡ്രാഗ് ചെയ്യണമെന്ന് ഇത് വെച്ചിട്ട് ഡ്രാഗൺ ചെയ്യണം നല്ലൊരു പ്രതീക്ഷയോടെ ഞാൻ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു ഡ്രാഗനൊക്കെ വെച്ച് അല്ല മറ്റേ അതൊരു എന്തൊരു ഡ്രാഗൺ ജമ്പ് എന്തോ അതിന് പറയല്, അതെന്തോല്ലേ അതിന് പറയല്. അപ്പോൾ ഞാനൊന്ന് വെളിച്ചം വെക്കില്ല, അത് വെളിച്ചം വരില്ല, അത് നോക്കില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, നാട്ടിൽ പോകാൻ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ വലിയതാണ്. വണ്ടി ഇതാ ഇങ്ങനെ ഇവിടുന്നിട്ട് എന്നിട്ട് ഒരു കുഴപ്പമില്ല. ഇടക്കിടക്ക് ഈ പമ്പറൊന്നും ഊരി പോരാനിരിക്കുക, ഇടക്കിടക്ക് ഒരു കണിക്കും. അത് അടിയിൽ പിടിച്ചൊരു അമർത്താൻ പമ്പറിൻ്റെ ഓരോ പീസ് ഉണ്ട് അവിടെ. ഇത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഉണ്ടാക്കാതെ അവർ അതാ പോകുന്നു പോന്നിട്ടുണ്ട്, അതാ പോന്നിട്ടുണ്ട്, പമ്പർ പോന്നിട്ടുണ്ട് കണ്ട. ഇങ്ങനെ പോരുന്നുണ്ട് നടക്കുന്നത്. ഈ ബൾബ് കോമഡി കണ്ട, ബൾബ് ഇങ്ങനെ വെക്കുന്നത് എന്താണോ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങാനോ ലൈറ്റിന് ഉള്ളിക്കും ബാക്കും പോകാനായിട്ട് ഞാൻ നല്ലപോലെ ഫിക്സ് ചെയ്യാനിട്ടാണോ എന്താ പറ്റട്ടെ. ഇത് യൂസർ മാനുവലുള്ളത് നല്ല തന്നെയാണ്. യൂസർ മാനുവലിൽ തന്നെയല്ല ഉണ്ടാക്കുന്നതിന് പറയുന്നത്, അത് എങ്ങനെ പ്രവർത്തിക്കലും അതിന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഉള്ള തന്നെ ഭാഗ്യമാണ്, കാരണം അല്ലെങ്കിൽ എങ്ങനെ കേടന്നാൽ പണി പാടും. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ യൂസർ മാനുവൽ ഗൂഗിളിൽ നോക്കി ചിലപ്പോൾ ഒന്ന് തന്നെ വാങ്ങേണ്ടി വരും പറയാൻ. പിന്നെ ആരെങ്കിലും യൂസർ മാനുവൽ തരേണ്ടി വരും, അങ്ങനെയും വരും. കോഴ്സ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റിൽ പറയാം, കമൻറ്റിലാവും. അപ്പോൾ ലേറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റാമ്പൊക്കെ വെക്കാനുള്ള ഇതാണ്. അപ്പോൾ ഗ്ലൂ ഒന്നുമില്ല, ഗ്ലൂ അല്ല സ്റ്റിക്കർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം നേരെ വീഡിയോ ആയിട്ട് പോകാം. ഞങ്ങൾക്ക് ഈ ഒരു പെട്ടിമലാണ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ ഈ കർട്ടൻ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കർട്ടൻ അക്കത്തിന് വേണം അവിടെ നീറ്റിക്കത് ഇറങ്ങാത്തൊരു കർട്ടൻ. അപ്പോൾ ഞാനിത് അജിമ്മലാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. കർട്ടൻ്റെ ഇവിടെ അപ്പോൾ ഞാനിത് അതിൻ്റെ അടിയിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ട് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാപ്ടോപ്പ് ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സാധനം അമർത്താനുണ്ട്. അപ്പോൾ നേരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. This is how you make me feel.